ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേണിംഗ് ടോപ്പ്. ഈ വീഡിയോയിൽ +1 എക്കണോമിക്സിൻ്റെ ക്ലാസ്സാണ് പറയാൻ പോകുന്നത്. ഇതിനകത്തിൽ എക്കണോമിക്സിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക്. അതിൽ പാർട്ട് 1 ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ത്യൻ എക്കണോമി അറ്റ് ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. അതായത് ബ്രിട്ടീഷ് നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു, നമ്മുടെ കാർഷിക മേഖല, അതേപോലെ വ്യവസായ മേഖല, വാണിജ്യ മേഖല, ഇവിടെയൊക്കെ എന്തെല്ലാം നയങ്ങളാണ് അവർ സ്വീകരിച്ചിരുന്നത്, അതുവഴി നമ്മുടെ എക്കണോമിയെ അത് എന്തുമാത്രം ബാധിച്ചു, അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും, അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമീസ് ഇൻ ദ വേൾഡ് ടുഡേ. ഇന്നത്തെ ആ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. ദ സ്ട്രക്ചർ ഓഫ് ഇന്ത്യാസ് പ്രസൻറ്റ് ഡേ എക്കണോമി ഈസ് നോട്ട് ജസ്റ്റ് എ കറണ്ട് മേക്കിംഗ്. ഇപ്പോഴത്തെ ഒരു മേക്കിങ്ങിലൂടെ വന്നതല്ല, ഒരുപാട് ചരിത്രം പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആ ഒരു എക്കണോമി എങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു ഡെവലപ്പിംഗ് എക്കണോമിയിലേക്ക് വന്നു എന്നുള്ളതിനെ പറ്റി നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അതാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനകത്തിൽ ഫസ്റ്റ് ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അണ്ടർ കൊളോണിയൽ റൂൾ. അതായത് ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോൾ നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ബിഫോർ ദ അഡ്വെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇന്ത്യ വാസ് റിച്ച് ഇൻ എക്കണോമി, കൾച്ചർ ആൻഡ് പൊളിറ്റി. എന്താണ്, അവർ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇന്ത്യൻ എക്കണോമി അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വളരെ സമ്പന്നമായിരുന്നു എല്ലാം കൊണ്ടും. ദോ ഇന്ത്യ വാസ് ആൻ അഗ്രേറിയൻ എക്കണോമി, ദ പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് എൻജോയ്ഡ് വേൾഡ് വൈഡ് റെപ്യൂട്ടേഷൻ. നമുക്കറിയാം ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് ഒരു അഗ്രേറിയൻ എക്കണോമി ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇൻഡസ്ട്രീസിലെ ആ ഒരു പ്രോഡക്ട്സ് എല്ലാം തന്നെ നമ്മുടെ ഒരു വേൾഡ് വൈഡ് ആയിട്ട് തന്നെ റെപ്യൂട്ടേഷൻ, വളരെ പ്രസിദ്ധമായിട്ടുള്ള പ്രോഡക്ട്സുകളായിരുന്നു ഇന്ത്യയുടേത്. ഇന്ത്യ വാസ് പർട്ടിക്കുലർലി വെൽ നോൺ ഫോർ ഇറ്റ്സ് ടെക്സ്റ്റൈൽസ്, ഹാൻഡിക്രാഫ്റ്റ്സ് ഇൻഡസ്ട്രീസ്. അതേപോലെ തന്നെ ടെക്സ്റ്റൈൽസ്, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്, ഇതിലെല്ലാം തന്നെ വളരെ റെപ്യൂട്ടഡ് ആയിരുന്നു നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. The muslin of Decca, the calicos of Bengal, the saris of Benares, shawls of Kashmir and other cotton fabrics were well known throughout the world during the pre-industrial era. അതായത് നമ്മുടെ വ്യവസായ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ ഒരുപാട് പ്രോഡക്ട്സുകൾ നമ്മുടെ രാജ്യത്ത് എല്ലാം മാർക്കറ്റ് ഒരുപാട് പിടിച്ചെടുത്ത പ്രോഡക്ട്സുകളായിരുന്നു. ഇന്ത്യ വാസ് ക്വൈറ്റ് well known for her artistic industries like marble work, stone carving, jewelry, etc. The advent of British rule pushed India into backwardness. ഈ ഒരു ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യ ഒരു പിന്നോക്ക അവസ്ഥയിലേക്ക് കൊണ്ടുപോയി. ദ കൊളോണിയൽ റൂൾ ഇൻ ഇന്ത്യ ലെഡ് ടു ഡ്രെയിൻ ഓഫ് വെൽത്ത്, ഡിസ്ട്രക്ഷൻ ഓഫ് ബോത്ത് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ. എങ്ങനെയാണ് ഇത് പിന്നോക്ക അവസ്ഥയിലേക്ക് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്തിൻ്റെ മൊത്തം ഒരു ഒഴുക്കായിരുന്നു. കാരണം ഇവിടുന്ന് സമ്പത്ത് മൊത്തം കടത്തുമായിരുന്നു. അതേപോലെ ഡിസ്ട്രക്ഷൻ ഓഫ് ബോത്ത് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ, നമ്മുടെ കാർഷിക മേഖല അതേപോലെ വ്യവസായ മേഖല, ഇതിൻ്റെ എല്ലാം ഒരു തകർച്ചയായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ രാജ്യം ഒരു പിന്നോക്കാവസ്ഥയിലേക്ക് പോയത്. The policies pursued by the British were to safeguard their own interest. അതായത് അവർ കൊണ്ടുവന്ന പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പോളിസീസ് ആയിരുന്നു. ആൻഡ് ടു ഇൻക്രീസിംഗ്ലി അക്യുമുലേറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അതേപോലെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വഴി എന്തെല്ലാം ബെനിഫിറ്റ്സ് കിട്ടുന്നോ അതൊക്കെ അവർക്ക് നേടിയെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു അവർ ഓരോ പോളിസീസ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയത്. ഇന്ത്യൻ റിസോഴ്സസ് വെയർ എക്സ്പ്ലോയിറ്റഡ് ആൻഡ് ഇന്ത്യ വാസ് ട്രീറ്റഡ് ആസ് മിയർ സപ്ലൈസ് ഓഫ് റോ മെറ്റീരിയൽസ്. ഇന്ത്യയിലുള്ള റിസോഴ്സസ് മൊത്തം അവർ എന്ത് ചെയ്തു, ചൂഷണം ചെയ്യപ്പെട്ടു. അതേപോലെ ഇന്ത്യ വാസ് ട്രീറ്റഡ് ആസ് മിയർ സപ്ലൈസ് ഓഫ് റോ മെറ്റീരിയൽസ്. ഇന്ത്യ വെറും ഒരു സപ്ലൈസ്, ഇവിടെ നിന്നുള്ള റോ മെറ്റീരിയൽസ് കൊണ്ടുപോയിട്ട് ഇവിടെ ഇന്ത്യക്കാരെ മൊത്തം അവരുടെ ഒരു സപ്ലൈസ് ആയിട്ട്, ഈ റോ മെറ്റീരിയലൊക്കെ സപ്ലൈസ് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന ആളുകളായിട്ട് മാത്രമേ നമ്മളെ കണ്ടിരുന്നുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫീഡ് ദ ഗ്രോയിങ് ഇൻഡസ്ട്രീസ് ഇൻ ഇംഗ്ലണ്ട്. അവരുടെ വളർന്നു വരുന്ന ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യുന്ന
റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന കുറേ സപ്ലൈസ് ആയിട്ട് മാത്രമേ ഇന്ത്യയിലുള്ള ആളുകളെ അവർ കണ്ടുള്ളൂ. ആൻഡ് ആസ് മാർക്കറ്റ്സ് ഫോർ ദ ഫിനിഷ്ഡ് ഗുഡ്സ്, അതേപോലെ അവരവിടെ കൊണ്ടുപോയി റോ മെറ്റീരിയൽസ് കൊണ്ടുപോയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാനുള്ള ഒരു മാർക്കറ്റായിട്ട് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിനകത്തിലുള്ള 2-fold ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ പറയാം ബ്രിട്ടീഷുകാരുടെ. അടുത്തെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് റൂൾ ട്രാൻസ്ഫോംഡ് ഇന്ത്യ എക്കണോമി ഇൻറ്റു എ കൊളോണിയൽ എക്കണോമി. അതായത് ബ്രിട്ടീഷ് റൂള്, അവരുടെ ആ ഒരു ഭരണം നമ്മുടെ ഇന്ത്യൻ എക്കണോമിയെ ഒരു കൊളോണിയൽ എക്കണോമിയാക്കി മാറ്റി എന്നുള്ളതാണ്. ദ സ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻ ഓഫ് വിച്ച് വാസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ബ്രിട്ടീഷ് എക്കണോമി. അതിൻ്റെ സ്ട്രക്ചറും അതേപോലെ അവിടെ എന്ത് നടക്കണം എന്നുള്ള കാര്യങ്ങളും മൊത്തം അവരാണ്, ബ്രിട്ടീഷ് എക്കണോമി ആയിരുന്നു തീരുമാനിച്ചുകൊണ്ടിരുന്നത്. അതാണ് ആ ഒരു കാര്യമാണ് നമ്മുടെ കൊളോണിയലിസം എന്ന് പറയുന്നത്. കാരണം ഫോറിൻ ഡൊമിനേഷൻ, അതായത് വിദേശ ആധിപത്യം, അവരാണ് തീരുമാനിക്കുന്നത്. മറ്റ് നമ്മുടെ രാജ്യത്തിൽ എന്ത് നടക്കണം അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും ഒരു ഫോറിൻ കൺട്രിയാണ്. അതിനെയാണ് കൊളോണിയലിസം എന്ന് പറയുന്നത്. Over the period of British rule spread over almost a century, Indian economy was in a state of stagnation. അങ്ങനെ കുറേ നാളുകൾ ഈ ഒരു ബ്രിട്ടീഷ് ഭരണം നിലനിന്നപ്പോൾ എന്ത് പറ്റി, നമ്മുടെ രാജ്യത്തെ എക്കണോമി, സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും ഒരു നിശ്ചലമാവുകയായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ there was a negligible growth in our gross domestic product. നമ്മുടെ GDP റേറ്റിൽ വളരെ കുറവായിട്ടുള്ള വർധനവ് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നുമില്ല. അപ്പോൾ പിന്നെ അവിടെ GDP റേറ്റ് വളരെ കുറഞ്ഞു. അതേപോലെ പെർ ക്യാപിറ്റ ഇൻകത്തിലും വളരെ ചെറിയ ഗ്രോത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദോ ദ കൊളോണിയൽ ഗവൺമെൻറ് ഡിഡ് നോട്ട് മേക്ക് എനി എഫേർട്ട് ടു എസ്റ്റിമേറ്റ് ഇന്ത്യാസ് നാഷണൽ ഇൻകം. അതേപോലെ തന്നെ ഇതിലൊന്നും ഗ്രോത്തും ഇല്ല, അവരൊരു എഫേർട്ട് ഒന്നും എടുത്തില്ല, ഒരു മുൻകൈയും എടുത്തില്ല. നമ്മുടെ ദേശീയ വരുമാനം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം എത്രത്തോളം ഉണ്ടെന്നൊന്നും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അവരൊരു എഫേർട്സും എടുത്തില്ല. പക്ഷേ ഒരുപാട് എമിനൻ്റ് ആയിട്ടുള്ള സ്കോളേഴ്സ്, എക്കണോമിസ്റ്റ് ഇത് കാൽക്കുലേറ്റ് ചെയ്തു. അതാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബി, ഫിൻലെ ഷിറാസ്, VKRV റാവോ, RC ദേശായി, ഇവരൊക്കെ ഈ ഒരു നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദാദാഭായ് നവറോജി വാസ് ദ ഫസ്റ്റ് ടു എസ്റ്റിമേറ്റ് ഇന്ത്യാസ് നാഷണൽ ഇൻകം. ദാദാഭായ് നവറോജി ആയിരുന്നു ഫസ്റ്റ് ഇന്ത്യാസ് നാഷണൽ ഇൻകം കണ്ടുപിടിച്ചത്, അതേപോലെ എസ്റ്റിമേറ്റ് ചെയ്തത്. ബട്ട് ദ എസ്റ്റിമേറ്റ്സ് ബൈ VKRV റാവോ വാസ് കൺസിഡേർഡ് ടു ബി ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ്. പക്ഷേ VKRV റാവോ എസ്റ്റിമേറ്റ് ചെയ്ത നാഷണൽ ഇൻകം ആണ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട്, ഇമ്പോർട്ടൻസ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് അതാണ്. All the studies concluded that the growth rate of aggregate real income during the first half of the 20th century was less than 2% and PCA grew at a negligible rate of 0.5% annually. എല്ലാ ഈ ഒരു റിയൽ ഇൻകം സ്റ്റഡീസും നമ്മളെ കാട്ടിത്തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് 20th സെഞ്ച്വറിയുടെ ഒരു ഫസ്റ്റ് ഹാഫിൽ വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം വരെ 2% കുറവായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ നമ്മുടെ ഓരോ നാഷണൽ ഇൻകം കുറഞ്ഞു, അതേപോലെ എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതൊരു 0.5% മാത്രം ആനുവലി ഇൻക്രീസ് ആവുന്നുണ്ടായിരുന്നു. അപ്പം ഇത്രത്തോളം നമ്മുടെ എക്കണോമിയുടെ ആ ഒരു ഡെവലപ്മെൻറ്റ് താന്നുപോയി എന്നുള്ളതാണ് ഇതിനകത്തിൽ പറയുന്നത്. അടുത്തത് മെയിനായിട്ടും അഗ്രികൾച്ചറാണ്. ആ കാർഷിക മേഖലയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന ഒരു അഗ്രേറിയൻ എക്കണോമിയാണ്. അത് ആ ഒരു കൊളോണിയൽ പീരീഡിലും അങ്ങനെ തന്നെ തുടർന്ന് പൊക്കോണ്ടിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ വാസ് എൻ ഇൻക്രീസ് ഇൻ ദ ഇൻഡിപെൻഡൻസ് ഓൺ അഗ്രികൾച്ചർ ഫോർ ലിവ്ലിഹുഡ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ. കാരണം അവരുടെ ഒരു ബ്രിട്ടീഷ് ഭരണ സമയത്തും കുറച്ചെങ്കിലും ഒരു ഇൻക്രീസ് ഉണ്ടായിരുന്നു, ഒരു വർധനവ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയിലാണ്. കാരണം അവരുടെ ഒരു ഉപജീവന മാർഗം അത് നിലനിന്ന് പോവാൻ തന്നെ അവർക്ക് കൃഷിയെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നു. കാരണം ബിക്കോസ് ഓഫ് ദി ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ഹാൻഡിക്രാഫ്റ്റ്സ് ഇൻഡസ്ട്രി. അങ്ങനെയുള്ള ഹാൻഡിക്രാഫ്റ്റ്സ്, കരകൗശലമായിട്ടുള്ള വ്യവസായങ്ങളൊക്കെ അവർ മുൻകൈകളൊന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് കൂടുതലും കൃഷിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഓൾമോസ്റ്റ് 85% ഓഫ് ദ പോപ്പുലേഷൻ ലീവ്ഡ് ഇൻ വില്ലേജസ്. നമുക്ക് എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ 85% ആളുകളും ഗ്രാമീണരായിരുന്നു അല്ലേ. അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും കൃഷിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്.
ഡെസ്പൈറ്റ് എംപ്ലോയിങ് മോർ ദാൻ 3/4 ഓഫ് വർക്ക് ഫോഴ്സ്, അതായത് ഈ ഒരു 4/3 ഭാഗം ആളുകളും ഈ ഒരു അഗ്രികൾച്ചറിൽ എംപ്ലോയ് ചെയ്തിട്ടും അഗ്രികൾച്ചർ സെക്ടേഴ്സ് പെർഫോമൻസ് വാസ് സ്റ്റാഗ്നന്റ് ആൻഡ് ഈവൻ ഡിറ്റീരിയറേറ്റഡ് ഓവർ ദ പീരീഡ് ഓഫ് കൊളോണിയൽ റൂൾ. അതായത് 4/3 ഭാഗം ആളുകളും അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നിട്ട് കൂടിയും അഗ്രികൾച്ചർ പെർഫോമൻസ് വളരെ സ്റ്റാഗ്നന്റ് ആയിട്ട് നിശ്ചലമായിരുന്നു. അതേപോലെ അവരുടെ കൊളോണിയൽ റൂളിൽ അധികവും ആ ഒരു പീരീഡ് ഫുൾ നമ്മുടെ കൃഷിയുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വഷളായിക്കൊണ്ടിരുന്നു. കാരണം അവിടെ ഒരു പ്രൊഡക്ടിവിറ്റി നടക്കുന്നില്ല, അതേപോലെ ഒരു ഇറിഗേഷൻ ഫെസിലിറ്റീസും അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു തെളിവായിരുന്നു ഈ ഒരു കാലഘട്ടം. കൊളോണിയൽ പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഇന്ത്യയിൽ ഫോളോ ചെയ്ത വളരെ ഒരു എവിഡൻസ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പീരീഡിനെ പറയാനായിട്ട് പറ്റും. ഇനി ഒരു അഗ്രികൾച്ചറൽ സ്റ്റാഗ്നേഷൻ നമ്മുടെ ആ ഒരു രാജ്യത്ത് എങ്ങനെയൊക്കെ എന്തെല്ലാം ഇമ്പാക്റ്റുകളാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം. ലോ പ്രൊഡക്ടിവിറ്റി. ദർ വാസ് നോ മാർക്കഡ് ഇംപ്രൂവ്മെന്റ് ഇൻ ദ ഈൽഡ് പെർ ഹെക്ടർ ഓഫ് മേജർ ക്രോപ്സ്. അതായത് വളരെ പ്രൊഡക്ടിവിറ്റി ഒരുപാട് കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയത്. പിന്നെന്താണ്, ഡിക്ലൈനിങ് ഔട്ട്പുട്ട് പെർ ഹെഡ്. അതായത് ഒരുപാട് ആളുകൾ ഈ കൃഷിയെ ആശ്രയിച്ച് നിന്നപ്പോഴത്തേക്കും അവിടെ പ്രൊഡക്ടിവിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കുന്ന ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരുപാട് കുറഞ്ഞു. കാരണം പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഔട്ട്പുട്ട് പെർ ഹെഡ് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തതാണ് ഇൻക്രീസ്ഡ് ഇൻഡെപ്റ്റ്നെസ്. ഹൈ റേറ്റ് ഓഫ് ടാക്സസ് കമ്പൈൻഡ് വിത്ത് ലോ പ്രൈസ് ഫോർ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഫോഴ്സ്ഡ് ഫാർമേഴ്സ് ടു ബോറോ ഹെവിലി ആൻഡ് ഡ്രോ ദ ഫാർമേഴ്സ് ഇൻ ടു ഡെപ്റ്റ് ട്രാപ്റ്റ്. അപ്പം ഇവരുണ്ടാക്കുന്ന ഈ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിനൊക്കെ കൂടുതലും ടാക്സ് ഒരുപാട് ഈടാക്കി. അങ്ങനെ ഇവർ ഈ ഫാർമേഴ്സൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയ വലിയ എമൗണ്ടുകൾ കടം വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും അവരുടെ കൃഷി നടത്തുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു ചെലവ് പോലും വഹിക്കാൻ പാകത്തിന് അല്ലെങ്കിൽ അതിനെ ഒന്ന് കവർ ചെയ്യാൻ പാകത്തിനുള്ള റവന്യൂ ഒന്നും അവർക്ക് കിട്ടാതായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോൾ അവരൊരു കടബാധ്യത എന്ന് പറയുന്നവർക്ക് കൂടുതലായിട്ട് ഇരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഇൻഡെപ്റ്റ്നെസ് ഒരുപാട് കൂടിക്കൊണ്ടിരുന്നു. അടുത്തതാണ് ഇൻക്രീസ്ഡ് ഇൻസ്റ്റൻസസ് ഓഫ് ഫാർമേഴ്സ് സൂയിസൈഡ്. ഇതുവഴി എന്ത് പറ്റി, ഇങ്ങനെയുള്ള ഡെപ്റ്റൊക്കെ ഒരുപാട് കൂടുന്തോറും അവിടുത്തെ ഫാർമേഴ്സ് സൂയിസൈഡ് എന്ന് പറയുന്നത് ഒരുപാട് കൂടി. അവരുടെ കർഷക ആത്മഹത്യയൊക്കെ ഒരുപാട് കൂടുന്ന ഒരു സമയമായിട്ട് മാറി. ഇതൊക്കെയാണ് സ്റ്റാഗ്നേഷൻ ഉണ്ടായ സമയത്തുള്ള കാര്യങ്ങൾ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻറ്റ് ഫെമിൻസ് ആൻഡ് ഫുഡ് ഷോർട്ടേജസ്. അപ്പം ഇങ്ങനെയുള്ള ബ്രിട്ടീഷ് പോളിസീസ് എന്ന് പറയുന്നത് കൂടുതലും അവിടുത്തെ ക്രോപ്പിംഗ് പാറ്റേൺ ചേഞ്ച് ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് ക്രോപ്സ് ആണ് അവിടെ കൂടുതലും അവർ കൂടുതൽ കൃഷി ചെയ്തിട്ടുള്ളതെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവിടുത്തെ ക്യാഷ് ക്രോപ്സിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഷിഫ്റ്റ് ഫ്രം ഫുഡ് ക്രോപ്സ് ടു ക്യാഷ് ക്രോപ്സ് ലെഡ് ടു സിവിയർ ഫുഡ് ഷോർട്ടേജസ്. അപ്പം ഇങ്ങനെയുള്ള ഫുഡ് ക്രോപ്സ് ഇപ്പോൾ റൈസ്, വീറ്റ് അതൊക്കെ മാറ്റിയിട്ട് അവർ ക്യാഷ് ക്രോപ്സിലേക്ക് പോയി. അപ്പം ക്യാഷ് ക്രോപ്സിലേക്ക് പോയപ്പോഴത്തേക്കും അവിടെ ഫുഡ് ഷോർട്ടേജസ് ഒക്കെ വന്നു. അപ്പം ഈ ഒരു കൊളോണിയൽ റൂളിൽ ആ ഒരു പീരീഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റാണ് അവിടെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫെമിൻസ്, അതേപോലെ ഫുഡ് ഷോർട്ടേജസ് ഒക്കെ വന്നു. ഇതൊരു ബംഗാൾ ഫെമിൻ ഓഫ് 1943 വാസ് ദ മോസ്റ്റ് സിവിയർ ഫെമിൻ എക്സ്പീരിയൻസ്ഡ് ഇൻ ഇന്ത്യ വിച്ച് ക്ലെയിംഡ് ദ ലീവ്സ് ഓഫ് അറൌണ്ട് 3 million പീപ്പിൾ. അതായത് 1943 ബംഗാൾ, ഒറീസ ആ ഒരു പട്ടിണി ക്ഷാമം എന്ന് പറയുന്നത് വളരെ ഇന്ത്യ ഫേസ് ചെയ്ത ഒരു വളരെ വലിയൊരു പ്രശ്നമാണ് ആ കാലഘട്ടത്തിൽ. അടുത്ത പോയിന്റാണ് പോവർട്ടി എമംഗ് ഫാർമേഴ്സ് ആൻഡ് ലാൻഡ്ലെസ് ലേബേഴ്സ്. അതേപോലെ കൃഷിക്കാർക്കും അതേപോലെ സ്വന്തമായി കൃഷിഭൂമി ഇല്ലാത്ത ലേബേഴ്സിനും ഒക്കെ അവർക്കൊക്കെ പട്ടിണി നേരിടേണ്ടി വന്നു. കാരണം അവർക്ക് ഈ ഒരു പ്രൊഡക്ടിവിറ്റി ഇല്ല, ഇൻകം ഇല്ല. അപ്പം ഇതൊക്കെ കാരണം അവർക്ക് ഈ ഒരു പട്ടിണി, ദാരിദ്ര്യം അങ്ങനെ ഒരു രീതിയിലേക്ക് അവസ്ഥ മാറി. The stagnation was mainly due to സിസ്റ്റം ഓഫ് ലാൻഡ് സെറ്റിൽമെൻറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. ഈ ഒരു സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എന്തെല്ലാം കാരണം കൊണ്ടാണ് വന്നതെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് അവിടെ ഒരു ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം കൊണ്ടുവന്നു. അതെന്താണെന്ന് വെച്ചാൽ കൊളോണിയൽ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ്ഡ് വേരിയസ് ലാൻഡ് സെറ്റിൽമെൻറ്റ് പോളിസീസ് സച്ച് എസ് സെമിൻദാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, റോഡ്ബാരി സിസ്റ്റം.
അതായത് ഇവർ കൊണ്ടുവന്ന ലാൻഡ് സെറ്റിൽമെൻറ്റ് പോളിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സിസ്റ്റംസ് കൊണ്ടുവന്നു. അതാണ് സെമിന്ദാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, റോഡ്ബാരി സിസ്റ്റം. ഇതിനകത്തിൽ ഇൻ വിച്ച് മാക്സിമം പ്രോഫിറ്റ് കമ്മിങ് ഫ്രം അഗ്രികൾച്ചർ സെക്ടർ വെൻ ടു ലാൻഡ് ലോഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് കൾട്ടിവേറ്റേഴ്സ്. ഇതിനകത്തിൽ എന്താണ്, കൃഷി ചെയ്യുന്ന ആളുകൾ അവരുണ്ടാക്കുന്ന ആ ഒരു പ്രൊഡ്യൂസിൽ നിന്നും കിട്ടുന്ന റവന്യൂ എന്ന് പറഞ്ഞാൽ ലാൻഡ് ലോഡ്സ് വഴി ഇവർ എന്താണ് ബ്രിട്ടീഷുകാരും ഏറ്റെടുക്കുന്നതായിട്ടുള്ള കുറേ സിസ്റ്റംസ് അവിടെ കൊണ്ടുവന്നു. നെയ്തർ കൊളോണിയൽ ഗവൺമെൻറ് നോർ ലാൻഡ് ലോഡ്സ് ഡിഡ് എനിത്തിങ് ടു ഇംപ്രൂവ് കണ്ടീഷൻ ഓഫ് അഗ്രികൾച്ചർ. എന്നാൽ കൃഷി കൂട്ടുന്ന വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ ലാൻഡ് ലോഡ്സും അതേപോലെ ബ്രിട്ടീഷ് ഭരണാധികാരികളും ഒന്നും എന്താണ് കൈക്കൊണ്ടില്ല. ദിസ് കോസ്റ്റ് ഇമ്മൻസ് മിസറി ആൻഡ് സോഷ്യൽ ടെൻഷൻ എമംഗ് കൾട്ടിവേറ്റേഴ്സ്. ഇതെന്താണ്, അപാരമായിട്ടുള്ള ദുരിതങ്ങളും ഒരുപാട് എന്താണ് വിഷമങ്ങളും ഇവിടുത്തെ കൾട്ടിവേറ്റേഴ്സിന് ഉണ്ടാക്കി. അടുത്താണ് ടേംസ് ഓഫ് റവന്യൂ സെറ്റിൽമെൻറ്റ്. The Semindars were given rights to own land in return of some specified sum of revenue which were to be deposited on a predetermined date. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമിന്ദാഴ്സിനെ അവിടെ ഏർപ്പാടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് അവിടുത്തെ ലാൻഡിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്. ഇവരെന്തോ ചെയ്യണം, ബ്രിട്ടീഷിന് റവന്യൂ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് എന്താണ്, ഇത് ഈ കൾട്ടിവേറ്റേഴ്സിൽ നിന്നുമാണ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇവരെന്തോ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഈ ഒരുപാട് മാർഗങ്ങൾ അവരെ ചൂഷണം ചെയ്ത് ഈ റവന്യൂസ് ഒക്കെ അവരുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്തിട്ട് ഇത് ബ്രിട്ടീഷ് ഭരണാധികളിലേക്ക് എത്തിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്യുന്നത്. ഏതെങ്കിലും കാരണവശാൽ അവരത് ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, സെമീന്ദാഴ്സിന് അവരുടെ ലാൻഡ് നഷ്ടപ്പെടും. ഇങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു അവർ റവന്യൂ സെറ്റിൽമെൻറ്റിൻ്റെ കേസിൽ എടുത്തിട്ടുള്ളത്. അടുത്ത ഒരു പോയിന്റാണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇൻഡ്യൂസ്ഡ് ദ പെസൻസ് ടു ഗ്രോ കൊമേഴ്സ്യൽ ക്രോപ്സ് സച്ചസ് ടീ, കോഫി, ഇൻഡിഗോ. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൂടുതലും എന്താണ് പെസൻസിനെ കൂടുതൽ അവരെ ഫോഴ്സ് ചെയ്തതെന്ന് വെച്ചാൽ അവിടുത്തെ കൊമേഴ്സ്യൽ ക്രോപ്സ് ഉണ്ടാക്കുക, ടീ, കോഫി, ഇൻഡിഗോ ഒക്കെ. എന്തിനാന്ന് വെച്ചാൽ അവരുടെ ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ് ഒന്ന് വളർത്തിയെടുക്കാൻ, ഈ ഒരു റോ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് അവരുടെ ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കൊമേഴ്സ്യലൈസേഷൻ ഇവിടെ ഉണ്ടാക്കിയ കാരണം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു എന്താണ് വലിയ റവന്യൂസ് വേണം ഇങ്ങനെയുള്ള കൊമേഴ്സ്യൽ ക്രോപ്സ് ഒക്കെ ഗ്രോ ചെയ്തെടുക്കാൻ വേണ്ടി. അങ്ങനെയുള്ളൊരു ബേർഡൻ അവർക്കുണ്ടാക്കി. അതുകൂടാതെ എന്താണ്, നമ്മുടെ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ ഒരു ഷോർട്ടേജിലേക്ക് തള്ളിവിട്ടു. അതായത് ഒരുപാട് കാര്യങ്ങൾക്ക് ക്ഷാമം ഉണ്ടായി. ഫുഡ് ഗ്രെയിൻസ്, റിസോഴ്സസ്, ടെക്നോളജി, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിലെല്ലാം ഒരുപാട് ഷോർട്ടേജും വന്നു ഈ ഒരു കൊമേഴ്സ്യലൈസേഷൻ കാരണം. അടുത്തതാണ് ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആൻഡ് റിസോഴ്സസ്. ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടർ ഓൾസോ ഫേസ്ഡ് ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. അതേപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖല ഒരുപാട് ജലസേചന പദ്ധതികളുടെ അഭാവവും നേരിട്ട ഒരു പ്രശ്നമാണ്. എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസിഗ്നിഫിക്കൻറ്റ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. അവിടെ വേണ്ട ഫെർട്ടിലൈസേഴ്സ് ഒന്നും അവർ ഉപയോഗിച്ചില്ല. ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടെറസിങ്. നമുക്ക് അതേപോലെ കൃഷിക്ക് വേണ്ട നിലം ഒന്നും ഇല്ലാത്തടുത്ത് അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയില്ല. പിന്നെ ഫ്ലഡ് കൺട്രോൾ. അതേപോലെ വെള്ളപ്പൊക്കം തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും അവർ ചെയ്തില്ല. ഡ്രെയിനേജ് ആൻഡ് ഡിസാലിനൈസേഷൻ. അതേപോലെ അഴുക്ക് ജലം അത് വേണ്ട വിധത്തിൽ ഒഴുക്കി കളയാനുള്ള സൗകര്യങ്ങളൊന്നും ചെയ്തില്ല. അതേപോലെ ഡിസാലിനൈസേഷൻ. ഡിസാലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിനകത്തിൽ ഉപ്പിൻ്റെ അംശം ഉള്ളത് അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടികളും അവർ കൈക്കൊണ്ടില്ല. ഇതുവഴി ഫ്രീക്വൻറ്റ് ഫെമിൻസ് ഉണ്ടായി. അപ്പം ഈ തുടരെ ഇങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുന്നത് കാരണം അവിടെ ഒരുപാട് ക്ഷാമങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ അഗ്രികൾച്ചറൽ പെർഫോമൻസ് വളരെ കുറവാണെന്നുള്ളതിനൊരു വലിയ തെളിവായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു കാർഷിക മേഖലയെ തന്നെ അത് ദുർബലമാക്കി. അടുത്താണ് ലാൻഡ് റവന്യൂ സിസ്റ്റം ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം അവർ കൊണ്ടുവന്നിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു 3 സിസ്റ്റമും അത് പഠിച്ചു വെക്കണം. അതിലൊന്നാമത്തെയാണ് സെമിന്ദാരി സിസ്റ്റം. സെമിന്ദാരി സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കോൺവാലിസ് ഇൻ 1793. അപ്പോൾ കോൺവാലിസ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1793 ത്രൂ പാർലമെൻറ്റ് സെറ്റിൽമെൻറ്റ് ആക്ട്.
ഒരു പാർലമെൻറ്റ് സെറ്റിൽമെൻറ്റ് ആക്ട് വെച്ചിട്ടായിരുന്നു ഇത് കൊണ്ടുവന്നത്. സോ ഇറ്റ് വാസ് ഓൾസോ നോൺ ആസ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ ഇതിനെ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ പ്രൊവിൻസസ് ഓഫ് ബംഗാൾ, ബീഹാർ, ഒറീസ ആൻഡ് വാരണാസി. ഏതെല്ലാം ദേശങ്ങളിലായിരുന്നു അന്ന് ഇത് വന്നത്? ബംഗാൾ, ബീഹാർ, ഒറീസ ആൻഡ് വാരണാസി. നമുക്കറിയാം സെമിന്ദാഴ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഓണേഴ്സ് ആയിരുന്നു ലാൻഡിൻ്റെ അല്ലേ. അപ്പം ഇവർക്ക് പെസൻസിൻ്റെ കയ്യിൽ നിന്നും അവിടുത്തെ റെൻറ്റ് അല്ലെങ്കിൽ റെൻറ്റ് എന്നുള്ള രീതിയിൽ കുറേ റവന്യൂസ് കളക്ട് ചെയ്യാനായിട്ട് ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇവർക്ക് കിട്ടുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 11 പാർട്സ് ആയിട്ട് അവർ ഡിവൈഡ് ചെയ്യുന്നു. അതിൽ 11-ൽ ഒരു ഭാഗം സെമിന്ദാഴ്സിന് എടുക്കാം. അതിൽ ബാക്കിയുള്ള ഭാഗം അവിടുത്തെ ബ്രിട്ടീഷ് ഭരണാധികാരിക്കായിരിക്കും കൊടുക്കേണ്ടത്. ഇത് കൊടുക്കാത്ത പക്ഷം എന്താ പറ്റുന്നത്? സെമിന്ദാഴ്സിന് അവരുടെ ലാൻഡ് നഷ്ടപ്പെടും. അടുത്തതാണ് റോഡ് വാരി സിസ്റ്റം. റോഡ് വാരി സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ തോമസ് മൺറോ ഇൻ 1820. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ മദ്രാസ്, ബോംബെ, പാർട്സ് ഓഫ് ആസാം ആൻഡ് കൂർഗ് പ്രൊവിൻസസ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. അപ്പം ഈ റോഡ് വാരി സിസ്റ്റം കൊണ്ടുവന്ന് തോമസ് മൺറോ ആണ് 1820. അത് എവിടെയെല്ലാമാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് വെച്ചാൽ മദ്രാസ്, ബോംബെ, ആസാമിൻ്റെ ചില ഭാഗങ്ങൾ, കൂർഗ്, ഇവിടെയൊക്കെയായിരുന്നു. ഇൻ റോഡ് വാരി സിസ്റ്റം ദ ഓണർഷിപ്പ് റൈറ്റ്സ് വെയർ ഹാൻഡഡ് ഓവർ ടു ദ പെസൻസ്. അതിൽ ഓണർഷിപ്പ് റൈറ്റ് എന്ന് പറഞ്ഞാൽ പെസൻസിന് തന്നെയായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് കളക്റ്റഡ് ടാക്സസ് ഡയറക്ട്ലി ഫ്രം ദ പെസൻസ്. ഇവിടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് പെസൻസിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്യുമായിരുന്നു അവിടുത്തെ ടാക്സുകൾ. അവിടുത്തെ റവന്യൂ റേറ്റ് എന്ന് പറയുന്നത് റോഡ് വാരി സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വളരെ ലാൻഡ് വെറുതെ കിടക്കുന്ന ലാൻഡിന് എന്തായിരുന്നു അവിടെ 50% ഒന്നും ചെയ്യാതെ കിടക്കുന്ന നിലമാണെങ്കിൽ കൂടി അവിടെ 50% ടാക്സ് റവന്യൂ ടാക്സ് കൊടുക്കേണ്ടി വരുന്നുണ്ടായിരുന്നു. അതേപോലെ ഇറിഗേറ്റഡ് ലാൻഡിന് അവിടെ 60% ടാക്സും കൊടുക്കേണ്ടി വരുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു റോഡ് വാരി സിസ്റ്റം. അടുത്തതാണ് മഹൽവാരി സിസ്റ്റം. മഹൽവാരി സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1833 ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് വില്യം ബെൻഡിക്. അപ്പം ഈ ഒരു മഹൽവാരി സിസ്റ്റം വന്നതെന്ന് പറഞ്ഞാൽ 1833 വില്യം ബെൻഡിക് എന്ന് പറയുന്ന ആളുടെ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സെൻട്രൽ പ്രൊവിൻസ്, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ, ആഗ്ര, പഞ്ചാബ്, ഗാംഗറ്റിക് വാലി എക്സെട്ര ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ഈ ഒരു മഹൽവാരി സിസ്റ്റത്തിനകത്തിൽ സെമിന്ദാരി സിസ്റ്റത്തിൻ്റെയും റോഡ് വാരി സിസ്റ്റത്തിൻ്റെയും പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. രണ്ടിൻ്റെയും നിയമങ്ങൾ ഈ ഒരു മഹൽവാരി സിസ്റ്റത്തിനകത്തിൽ ഉണ്ടായിരുന്നു. ഇൻ ദിസ് സിസ്റ്റം ദ ലാൻഡ് വാസ് ഡിവൈഡഡ് ഇൻ ടു മഹൽസ്. ഈ സിസ്റ്റത്തിൽ ലാൻഡ് പല ഭാഗങ്ങളായിട്ട് തിരിച്ചിരുന്നു. അതിനെയാണ് മഹൽസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഓരോ മഹൽസിനകത്തിലും ഒന്നിലധികം വില്ലേജസ് ഉണ്ടായിരുന്നു. ഓണർഷിപ്പ് റൈറ്റ്സ് എന്ന് പറയുന്നത് പെസൻസിൻ്റെ കയ്യിലായിരുന്നു. ഇവിടെ ഒരു വില്ലേജ് കമ്മിറ്റി ഉണ്ടായിരുന്നു, അവരായിരുന്നു ഈ ടാക്സ് കളക്ട് ചെയ്യുന്നതിൽ റെസ്പോൺസിബിലിറ്റി ഉള്ളവർ.